ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഡിഫറൻസ് ഇതിൻ്റെ ആദ്യം വന്നിട്ട് സീരിയൽ നമ്പർ എഴുതാം. പിന്നെ ബേസ് ഓഫ് ഡെസ്റ്റിനേഷനും ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും. അപ്പോൾ അതെങ്ങനെയാണ് വരിക? സ്കോപ്പ്, ബേസ് ഓഫ് ഡെസ്റ്റിനേഷനിൽ സ്കോപ്പ് വരുമ്പോൾ എങ്ങനെ വരും? നമ്മൾ ബുക്ക് കീപ്പിങ്ങിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെക്കോർഡിങ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് നോട്ട് റെക്കോർഡിങ് ആൻഡ് മെയിൻ്റെനൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബട്ട് ആൾസോ ഇൻക്ലൂഡ് അനലൈസ്, ഇൻ്റർപ്രിറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇൻഫർമേഷൻ. ഇത്രയൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗ് മാത്രമല്ല, ഇത്രയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ്റർപ്രിറ്റിംഗ്, അനലൈസിങ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇതിൽ ബുക്ക് കീപ്പിംഗ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേജ് പ്രൈമറി സ്റ്റേജും ഇത് സെക്കൻഡറി സ്റ്റേജുമാണ്. പിന്നെ ഒബ്ജക്റ്റീവ്സ് വരുമ്പോൾ ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കൃത്യമായ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് ടു അസർട്ടൺ ദി നെക്സ്റ്റ് റിസൾട്ട് ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ, അനലിറ്റിക്കൽ ആൻഡ് എക്സിക്യൂട്ടീവ് ഇൻ നേച്ചർ. അതായത് ടു അസർട്ടൺ ദി നെക്സ്റ്റ്, അത് അടുത്ത റിസൾട്ടിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ എന്തൊക്കെയാണ് വരുന്നത് ഓപ്പറേഷനിൽ അതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി, എ ബുക്ക് കീപ്പർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെക്കോർഡിങ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബുക്ക് കീപ്പറിൻ്റെ ജോലി എന്തുവാ? ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എല്ലാം കൂടി റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്തിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എല്ലാം റെക്കോർഡ് ചെയ്യണം. അക്കൗണ്ടൻസി ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ദി വർക്ക് ഓഫ് എ ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൽ എന്തൊക്കെ ചെയ്യുന്നു അത് അക്കൗണ്ടൻസിക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അതൊക്കെ നോക്കുക എന്നുള്ളത്. പിന്നെ സൂപ്പർവിഷൻ, ദ ബുക്ക് കീപ്പർ ഡസ് നോട്ട് സൂപ്പർവൈസ് ആൻഡ് ചെക്ക് ദി വർക്ക് ഓഫ് ആൻ അക്കൗണ്ടൻറ്റ്. ബുക്ക് കീപ്പർ എന്താ അക്കൗണ്ടൻറ്റിൻ്റെ വർക്കൊന്നും ചെക്ക് ചെയ്യത്തില്ല, അവർ ജസ്റ്റ് ബുക്ക് മാത്രം എൻട്രി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അക്കൗണ്ടൻറ്റ് സൂപ്പർവൈസ് ആൻഡ് ചെക്ക് ദി വർക്ക് ഓഫ് ദി ബുക്ക് കീപ്പേഴ്സ്. അത് അക്കൗണ്ടൻറ്റിൻ്റെ ജോലി എന്തോ, അവർ ബുക്ക് കീപ്പർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവർ ചെക്ക് ചെയ്യും. പിന്നെ സ്റ്റാഫ് ഇൻവോൾവ്, വർക്ക് ഈസ് ഡൺ ബൈ ദ ജൂനിയർ സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസ്. അതായത് സ്റ്റാഫ് എന്ന് വെച്ചാൽ ജൂനിയർ സ്റ്റാഫാണ് ഇത് ചെയ്യുന്നത്. അക്കൗണ്ടൻറ്റിൻ്റെ സീനിയർ സ്റ്റാഫ് പേഴ്സൺ ദി അക്കൗണ്ടൻറ്റ് വർക്കേഴ്സ്. ഇവിടെ സീനിയറാണ് ചെയ്യുന്നത്, ഒരു ജൂനിയർ ചെയ്യും, ഒരു സീനിയർ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡിഫറൻസ് നമ്മൾ നോക്കിയത്. ഏതോളം ഡിഫറൻസ് നമ്മൾ നോക്കി. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി മക്കളെ, നമുക്ക് എന്തെങ്കിലും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.